നൽകുന്നു. ശിവക്ഷേത്രങ്ങൾ പൊതുവെ ശാന്തവും എന്നാൽ അതീവ ചൈതന്യവത്തുമായ ഇടങ്ങളാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശിവക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പ്രധാന പ്രത്യേകതകൾ. അർദ്ധപ്രദക്ഷിണം. ശിവക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണിത്. ഓവ് മുറിച്ചു കടക്കാൻ പാടില്ലാത്തതുകൊണ്ട് പൂർണ്ണരൂപത്തിൽ പ്രദക്ഷിണം വയ്ക്കാറില്ല. ഓവ് വരെ ചെന്ന് തിരികെ വരികയാണ് പതിവ്. ഇതിനെ ശിവപ്രദക്ഷിണം എന്ന് വിളിക്കുന്നു. ശിവലിംഗം. മിക്ക ക്ഷേത്രങ്ങളിലും വിഗ്രഹത്തിനു പകരം നിർഗുണരൂപമായ ശിവലിംഗമാണ് പ്രതിഷ്ഠ. ഇത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെയും ലയത്തെയും സൂചിപ്പിക്കുന്നു. അഭിഷേകം. ശിവന് ഏറ്റവും പ്രിയപ്പെട്ടത് ജലാഭിഷേകമാണ്. അഭിഷേകപ്രിയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കൂവളത്തിന്റെ ഇല. ശിവപൂജയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് കൂവളത്തില. ബിൽവപത്രം. ഇതിലെ 3 ഇലകൾ ത്രിമൂർത്തികളെയും ശിവന്റെ തൃക്കണ്ണിനെയും സൂചിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട വഴിപാടുകളും ദിനങ്ങളും. ഐറ്റം. പ്രാധാന്യം. പ്രദോഷം. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട സമയം. സന്ധ്യാസമയത്തെ പ്രദോഷപൂജ സർവപാപഹരമാണ്. ശിവരാത്രി. വർഷത്തിലെ ഏറ്റവും വലിയ ആഘോഷം. ആത്മീയമായ ഉണർവിന്റെ രാത്രി. ധാര. മാനസിക സുഖത്തിനും രോഗശാന്തിക്കും വേണ്ടി ചെയ്യുന്ന പ്രധാന വഴിപാട്. പിൻവിളക്ക്. പാർവതീസമേതനായ ശിവനെ സങ്കൽപ്പിച്ച് ക്ഷേത്രത്തിനു പിന്നിൽ തെളിയിക്കുന്ന വിളക്ക്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നന്ദി. ശിവന്റെ വാഹനമായ നന്ദിയെ വണങ്ങിയ ശേഷമേ ഉള്ളിലേക്ക് പ്രവേശിക്കാവൂ. എന്നാൽ നന്ദിയുടെയും ശിവലിംഗത്തിന്റെയും ഇടയിലൂടെ നടക്കാൻ പാടില്ല. നിശബ്ദത. ശിവൻ ദക്ഷിണാമൂർത്തി അഥവാ മൗനത്തിലൂടെ ജ്ഞാനം നൽകുന്നവനായതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ അനാവശ്യ സംസാരം ഒഴിവാക്കുന്നത് ഉചിതമാണ്. ശിവപൂജ എന്നത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആത്മീയമായ ഒരു സംഭാഷണമാണ്. ഭഗവാൻ ശിവൻ അശുതോഷി, വേഗത്തിൽ പ്രസാദിക്കുന്നവൻ ആയതുകൊണ്ടുതന്നെ വളരെ ലളിതമായ ഭക്തിയോടെയുള്ള പൂജകൾ പോലും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ്. ശിവപൂജയുടെ പ്രധാന വശങ്ങൾ താഴെ നൽകുന്നു. 1. പ്രധാന പൂജാദ്രവ്യങ്ങൾ. ഐറ്റംസ്. ശിവപൂജയിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ജലം. ശിവൻ അഭിഷേകപ്രിയനാണ്. ഗംഗാജലമോ ശുദ്ധജലമോ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. കൂവളത്തില. ബിൽവപത്രം. ശിവപൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതിലെ 3 ഇലകൾ സത്വ, രജോ, തമോ ഗുണങ്ങളെയും ശിവന്റെ 3 കണ്ണുകളെയും സൂചിപ്പിക്കുന്നു. വിഭൂതി. ഭസ്മം. ഭസ്മം ധരിക്കുന്നത് ലൗകികമായ കാര്യങ്ങൾ നശ്വരമാണെന്നും ഒടുവിലെല്ലാം ഭസ്മമാകുമെന്നുമുള്ള തത്വത്തെ സൂചിപ്പിക്കുന്നു. ചന്ദനം. തണുപ്പിനായി നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നു. 2. പൂജാരീതികൾ. ശിവപൂജ പ്രധാനമായും 2 രീതിയിലുണ്ട്. ബാഹ്യപൂജ. പൂക്കളും ജലവും ഉപയോഗിച്ച് വിഗ്രഹത്തിലോ ശിവലിംഗത്തിലോ ചെയ്യുന്ന ആരാധന. മാനസപൂജ. ഭഗവാനെ മനസ്സിൽ സങ്കൽപ്പിച്ച് ധ്യാനത്തിലൂടെ ചെയ്യുന്ന ഉന്നതമായ പൂജ. 3. മന്ത്രങ്ങൾ. ശിവപൂജയിൽ ഏറ്റവും ശക്തിയുള്ള മന്ത്രം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ്. ഇത് ജപിക്കുന്നത് മനസ്സിന് ഏകാഗ്രതയും ശാന്തിയും നൽകുന്നു. കൂടാതെ ആയുരാരോഗ്യത്തിനായി മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നതും ഉത്തമമാണ്. 4. ശിവപൂജയിലെ നിയമങ്ങൾ. ശിവനെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തുളസി. ശിവപൂജയിൽ സാധാരണയായി തുളസി ഉപയോഗിക്കാറില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴികെ. താഴമ്പൂ. പുരാണപ്രകാരം താഴമ്പൂ ശിവപൂജയ്ക്ക് നിഷിദ്ധമാണ്. പ്രദക്ഷിണം. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല. ഓവ് മുറിച്ചു കടക്കാതെ അർദ്ധപ്രദക്ഷിണം മാത്രം ചെയ്യുക. 5. ഗുണങ്ങൾ. മനസ്സിലെ ഭയം മാറാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ശിവപൂജ സഹായിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വരാൻ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജകൾ നല്ലതാണ്. ഒരു പ്രധാന കാര്യം. ശിവനെ പൂജിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ബാഹ്യമായ ആഡംബരങ്ങളല്ല, മറിച്ച് ശുദ്ധമായ മനസ്സാണ്. സത്യം ശിവം സുന്ദരം എന്നാണ് പ്രമാണം. തീർച്ചയായും ആയുരാരോഗ്യത്തിനും ഭയത്തെ അതിജീവിക്കാനും ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഇത് ഋഗ്വേദത്തിൽ നിന്നുള്ളതാണ്. താഴെ മന്ത്രവും അതിന്റെ അർത്ഥവും നൽകുന്നു. മഹാമൃത്യുഞ്ജയ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർ മുക്ഷീയമാമൃതാത്. ലളിതമായ അർത്ഥം. ത്രയംബകം യജാമഹേ. 3 കണ്ണുകളുള്ളവനും പ്രപഞ്ചത്തിന്റെ നാഥനുമായ ഭഗവാനെ ഞങ്ങൾ ആരാധിക്കുന്നു. സുഗന്ധിം പുഷ്ടിവർദ്ധനം. സുഗന്ധം പരത്തുന്നവനും ചൈതന്യമുള്ളവൻ, സകല ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നവനുമായ ഭഗവാനെ. ഉർവാരുകമിവ ബന്ധനാൽ. വിളഞ്ഞ വെള്ളരിക്ക അതിന്റെ വള്ളിയിൽ നിന്നും തനിയെ അടർന്നുമാറുന്നതുപോലെ വേദനയില്ലാതെ. മൃത്യോർ മുക്ഷീയമാമൃതാത്. മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, അമൃതത്വത്തിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കണമേ. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. 1. സമയം. പുലർച്ചെ ബ്രഹ്മമുഹൂർത്തം ജപിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്.
2. എണ്ണം. സാധാരണയായി 108 തവണ ജപിക്കാറുണ്ട്. എങ്കിലും ഭക്തിയോടെ കുറഞ്ഞ തവണ ജപിച്ചാലും ഫലം ലഭിക്കും. 3. ഗുണം. അകാലമരണത്തെ ഭയക്കുന്നവർക്കും രോഗശാന്തി ആഗ്രഹിക്കുന്നവർക്കും ഈ മന്ത്രം വലിയ ആശ്വാസം നൽകും. മനസ്സിന് വലിയ ധൈര്യവും ഉന്മേഷവും ലഭിക്കാൻ ഇത് സഹായിക്കുന്നു.